ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടിലിസിം എ ഹോഷ്റുബയെ കുറിച്ചാണ്. ടിലിസിം എ ഹോഷ്റുബ എന്ന ഒരു വർക്ക്, ഹോഷ്റുബ ദ ലാൻഡ് ആൻഡ് ടിലിസം എന്ന് മുഹമ്മദ് ഹുസൈൻ ജാ എഴുതിയിട്ടുള്ള എപ്പിക് ഫാൻറ്റസിയുടെ ഇൻട്രഡക്ഷൻ കൊടുത്തിട്ടുള്ളത് ഫറൂഖിയാണ്. ആ ഇൻട്രഡക്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. ഇതിൻ്റെ ഹോഷ്റുബയുടെ സ്റ്റോറിയും സമ്മറിയും എന്താണെന്നുള്ളൊരു ജനറൽ ഒരു ഓവർവ്യൂ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ടാഗ് ചെയ്യാം. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു അനാലിസിസിലേക്ക് വരിക, എന്നാൽ മാത്രമേ ഈ ഒരു സ്റ്റോറിയെക്കുറിച്ചുള്ളൊരു ഐഡിയ, കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടത്തുള്ളൂ. നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അനാലിസിസ് ആയിരിക്കും നോക്കുന്നത്. ഹോഷ്റുബ ദ ലാൻഡ് ആൻഡ് ദ ടിലിസം എന്ന ഉറുദു ഫാൻറ്റസി എപ്പിക്, അത് എഴുതിയിട്ടുള്ളത് മുഹമ്മദ് ഹുസൈൻ ജാ ആണ്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളത് ഫറൂഖിയാണ്. ഹോഷ്റുബ എന്ന് പറയുന്നത് ഉറുദു ലിറ്ററേച്ചറിലെ, പ്രത്യേകിച്ച് ഉറുദു ഓറൽ ലിറ്ററേച്ചറിലെ ഒരു കീ എക്സാമ്പിളാണ്. മാത്രമല്ല ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ ഈ ഒരു ടെയിലിൻ്റെ ഹിസ്റ്ററി, എവല്യൂഷൻ, സിഗ്നിഫിക്കൻസ് ഇതെല്ലാം തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. മാത്രമല്ല ഒരു പ്രത്യേക കാര്യം അറിയേണ്ടത്, ഹോഷ്റുബ എന്ന് പറയുന്നത് ഒരു ഓറൽ ലിറ്ററേച്ചറാണ്. പല ആൾക്കാരും വാമൊഴിയായി പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നറേറ്റീവിന്, ഈ ഒരു എപ്പിക്കിന് ഒരുപാടധികം സ്റ്റോറി ടെല്ലേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. മെയിൻ സ്റ്റോറി എന്താണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാ എപ്പിക്കിൻ്റെയും ഒരു സ്റ്റോറി തന്നെയാണ്. ഒരു മെയിൻ ക്യാരക്ടർ ഉണ്ട്. മെയിൻ ക്യാരക്ടർ ഒരു അഡ്വെഞ്ചറിന് പോകുന്നു. ഒരുപാടധികം അപകടങ്ങൾ തരണം ചെയ്തതിന് ശേഷം ഇവിടെ ഹോഷ്റുബ എന്നുള്ള ഒരു കിങ്ഡമാണ് സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ഹോഷ്റുബയിൽ നമ്മുടെ വില്ലനായിട്ടുള്ള അഫ്രസിയാബ് ഒരു ടിലിസം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടിലിസം ബ്രേക്ക് ചെയ്ത് ഹോഷ്റുബയെ രക്ഷിക്കുക എന്നാണ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള മിർസ ഹക്കീമിൻ്റെയും കൂടെയുള്ള കമ്പാനിയൻസിൻ്റെയും ദൗത്യം. അങ്ങനെ അവരത് വിജയിക്കുന്നു. ഈ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് ഹോഷ്റുബയ്ക്കുള്ളതെങ്കിലും ഒരുപാടധികം സ്റ്റോറി ടെല്ലേഴ്സ് ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള സബ് പ്ലോട്ട്സ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞ് തുടങ്ങുന്നത്. അനാലിസിസിൽ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് നറേറ്റീവ് സ്ട്രക്ചറിനെ കുറിച്ചും എവല്യൂഷനെ കുറിച്ചുമാണ്. ഇത് പേർഷ്യയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്ന് പറയപ്പെടുന്നത്. മുസ്ലിം ഇൻവേഷനിലൂടെയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് ഈ ഒരു ഹോഷ്റുബയെ കുറിച്ചുള്ള ഈ ഒരു നറേറ്റീവ് ഇന്ത്യയിൽ ലിറ്ററേച്ചറിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഹോഷ്റുബ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഒരു ഭാഗമായി മാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല സ്റ്റോറി ടെല്ലേഴ്സും ഈ ഒരു കഥ പ്രചരിപ്പിച്ചപ്പോൾ അവരുടേതായിട്ടുള്ള സബ് പ്ലോട്ട്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഹോഷ്റുബ എന്ന എപ്പിക്കിൽ തന്നെ ഒരുപാടധികം എപ്പിസോഡ്സ് ഉണ്ട്, ഒരുപാടധികം ഇൻ്റർപ്രിട്ടേഷൻസും വരുന്നുണ്ട്. ഓരോ സ്റ്റോറി ടെല്ലർ അവരുടേതായിട്ടുള്ള ക്രിയേറ്റീവായിട്ട് അവരുടേതായ ഭാവനയിൽ സബ് പ്ലോട്ട്സ് ആഡ് ചെയ്യുമ്പോൾ അതാത് രീതിയിൽ ചെറിയ കഥകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ രാമായണം ആണെങ്കിലും മഹാഭാരതം ആണെങ്കിലും അതിൻ്റെ അകത്തും നമുക്ക് സബ് പ്ലോട്ട്സ് ആയിട്ട് നമുക്ക് ഒരുപാടധികം കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒരുപാടധികം കഥകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. വിവിധ കഥാപാത്രങ്ങൾ, സീനുകൾ, അതുപോലെ തന്നെ സബ് പ്ലോട്ട്സ്, ചെറിയ ചെറിയ വില്ലൻസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹോഷ്റുബയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഒരു ജനറൽ സ്ട്രക്ചർ. എല്ലാ എപ്പിക്കിൻ്റെയും ഒരു ജനറൽ സ്ട്രക്ചറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ മെയിൻ ക്യാരക്ടേഴ്സ് എത്രത്തോളം പവർഫുള്ളും കോംപ്ലക്സ് ആണോ അത്രത്തോളം തന്നെയാണ് നമ്മുടെ വില്ലന്മാരും. പ്രത്യേകിച്ച് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇവിടെ എടുത്ത് പറയണം. ഇവിടെ ഉള്ള ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ സോസറസ് ആണ്. വിച്ചസ്, വിസേർഡ്സ്, ട്രിക്സ്റ്റേഴ്സ് ഒക്കെയാണ്. പക്ഷേ ഇതിലെ പ്രസൻറ്റേഷൻ, ഓരോ ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്തിരിക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ ജെൻഡർ റോളിനെ തന്നെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള രീതിയാണ്. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ഫീമെയിൽ അൻറ്റാഗണിസ്റ്റിനെ എടുക്കാം. നൂർബക്ഷ് എന്നിട്ടുള്ള അഫ്രസിയാബിൻ്റെ ആലൈ ആണ്. ഈ ഒരു ടിലിസം ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ കീ എന്ന് പറയുന്നത് നൂർബക്ഷിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നൂർബക്ഷിനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇക്വേറ്റ് ചെയ്തത് നമ്മുടെ സ്കാർലറ്റ് വിച്ചിനോടാണ്. അവെഞ്ചേഴ്സ് ഫാൻസിന് അറിയാം ആരാണ് സ്കാർലറ്റ് വിച്ച് എന്നുള്ളത്. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളൊരു വിച്ചാണ് നൂർബക്ഷ്. അപ്പോൾ സാധാരണ നമ്മളുടെ എപ്പിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പൊതുവേ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ വളരെ ജെൻറ്റിലായിട്ടും കൈൻഡായിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. ആ ഒരു പോർട്രേലാണ് കൂടുതലും വരുന്നത്. ഇനിയിപ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ് വീക്കായിട്ട് അല്ലെങ്കിൽ വില്ലൻസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ അവർ ഭയങ്കര വീക്കാണ്,
അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു സിമ്പിൾ ആണെന്നുള്ള രീതിയിലാണ് പോർട്രേൽ സാധാരണ വരുന്നത്. പക്ഷെ നൂർബക്ഷ് അങ്ങനെയല്ല, വളരെയധികം സ്ട്രോങ് ആയിട്ടും പവർഫുൾ ആയിട്ടൊരു ക്യാരക്ടറായിട്ടാണ് നൂർബക്ഷിനെ കാണിക്കുന്നത്. അതും ആ ഒരു സെഞ്ചുറിയിൽ ഇത്രയും പവർഫുൾ ആയിട്ടൊരു ഫീമെയിൽ ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സമയത്ത് ട്രഡീഷണൽ ആയിട്ടൊരു ജെൻഡർ റോളിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ്. അതാണ് ഇവിടുത്തെ ഒരു ക്യാരക്ടർ ഡൈനാമിക് എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് നമ്മുടെ വില്ലനെ എടുക്കാം. അഫ്രസിയാബ് എന്ന മെയിൻ വില്ലനെ എടുത്താൽ പോലും അഫ്രസിയാബ് ഒരു ഗ്രേ ക്യാരക്ടറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് തിന്മ നിറഞ്ഞൊരു കഥാപാത്രമല്ല, ഒരു മൾട്ടി ഫെസറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അതുപോലെ തന്നെ നമ്മുടെ എപ്പിക്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എപ്പിക്സ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. രാവണൻ എന്ന് പറയുന്ന രാമായണത്തിലെ വില്ലൻ ഒരു അസുരനാണ്, എന്നാൽ പോലും ഒരു ബ്രാഹ്മണൻ കൂടിയാണ്. മാത്രമല്ല രാവണൻ്റെ തന്നെ ഒരുപാടധികം കോൺട്രിബ്യൂഷൻസ് പറയുന്നുണ്ട്. ലങ്ക എന്ന സുവർണ നഗരിയുടെ ഒരു അധിപനാണ്, അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടൊരു അസുര രാജാവാണ്. മാത്രമല്ല നമ്മൾ ഇപ്പോഴും അമ്പലങ്ങളിൽ പറയുന്ന ശിവസ്തോത്രം എന്നിട്ടുള്ള ആ ഒരു ചാൻറ്റിങ്, ആ ഒരു ശിവസ്തോത്രം രചിച്ചിട്ടുള്ളത് രാവണനാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം അത്രത്തോളം അറിവും അത്രത്തോളം ഒരു എന്താ പറയുക ശക്തിയും എല്ലാം ഉണ്ടായിരുന്ന ഒരു ഫിഗർ ആയിരുന്നു രാവണൻ. പക്ഷേ രാവണൻ എന്താണ് സംഭവിച്ചത്? അഹങ്കാരം, സ്വന്തം കഴിവിലും സ്വന്തം സമ്പത്തിലും എല്ലാം ഉള്ളൊരു അഹങ്കാരമാണ് അവസാനം രാവണനെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മഹാഭാരതം എടുക്കുകയാണെങ്കിൽ കൗരവർ, അവരും അത്രത്തോളം ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു കൂട്ടരാണ് നമുക്ക് പറയാൻ സാധിക്കും. ദുര്യോധനൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പാണ്ഡവർ വനവാസത്തിൽ പോയ സമയത്ത് ദുര്യോധനനാണ് ഹസ്തപുരം ഭരിച്ചിരുന്നത്. ആ സമയത്ത് ദുര്യോധനൻ്റെ ഭരണം മികച്ചത് തന്നെ ആയിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. പക്ഷേ ദുര്യോധനൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ അഹങ്കാരമായിരുന്നു, അധികാരമോഹമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ആ ഒരു മോഹമാണ് ദുര്യോധനെ കൊണ്ട് പല തിന്മകളും ചെയ്യിപ്പിച്ചത്. അങ്ങനെയാണ് ദുര്യോധന എന്ന കഥാപാത്രം, കൂടെ തന്നെ കൗരവരും ആ ഒരു വില്ലൻസ് എന്നൊരു ലേബലിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ തന്നെ അവർ ഗ്രേ ക്യാരക്ടേഴ്സാണ്. അവരുടെ ഉള്ളിൽ നന്മകളുണ്ട്, അവർ ഒരു നല്ല ഭരണാധികാരികളാണ്, അല്ലെങ്കിൽ നല്ല അറിവും നല്ല അധികാരവും സമ്പത്തും എല്ലാം തന്നെ ഉള്ള കഥാപാത്രങ്ങളാണ്. പക്ഷേ അവരുടെ ഉള്ളിലുള്ള ചെറിയ തിന്മകൾ, ഒരു അഹങ്കാരമാവാം, അല്ലെങ്കിൽ അഹംഭാവമാകാം, അല്ലെങ്കിൽ അധികാരമോഹമാകാം, അതെല്ലാം തന്നെയാണ് അവരെ കൊണ്ട് തിന്മകൾ ചെയ്യിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് അഫ്രസിയാബ് ഒരു ഗ്രേ ക്യാരക്ടറാണ്. അതായത് ജന്മനാ വില്ലനാവുന്നില്ല, ചുറ്റുപാടുകളും സാഹചര്യങ്ങളാണ് അവരെ വില്ലനാക്കി മാറ്റിയത്. ഇനി അടുത്തൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഹ്യൂമൻ റിസോഴ്സ്ഫുൾനെസ് ആണ് അടുത്ത പോയിന്റായിട്ട് വരുന്നത്. ഇപ്പോൾ ഗ്രീക്ക് ഇപ്പിക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ നമുക്ക് കാണാൻ സാധിക്കും. ദൈവങ്ങൾ കഥാപാത്രങ്ങളായിട്ട് വരുന്നു, അവരെന്നെ ഒരുപാടധികം സഹായങ്ങൾ ചെയ്യുന്നു. അവരായിരിക്കും കൂടുതലും ഈ ഒരു പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് വിടുന്നത്. പക്ഷേ ഹോഷുബ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ കൂടുതലും മനുഷ്യർ തന്നെ, ഈ ഒരു മെയിൻ ക്യാരക്ടേഴ്സ് ആരാണോ അവർ തന്നെയാണ് അവരുടെ ആക്ഷൻസിലൂടെ ഈ ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കമ്പാനിയൻസ് ആയിട്ടുള്ള മിർസ ഹക്കീമിൻ്റെ കമ്പാനിയൻസ് തന്നെയാണ് ഓരോ ചലഞ്ച് ഓവർകം ചെയ്യാൻ അവരെ സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവതരിച്ച് സഹായിക്കുന്നില്ല ക്യാരക്ടേഴ്സിനെ. അവർ തന്നെ സ്വന്തം അറിവും ബുദ്ധിയും ശക്തിയും കൊണ്ടാണ് ഓരോ ചാലഞ്ചസും മറികടക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു റീഡേഴ്സിന് റിലേറ്റബിൾ ആയിട്ട് മാറും. ആ ഒരു തീം എന്താണ് അവിടെ വരുന്നത്? നമ്മുടെ സ്വന്തം അധികാരം, നമ്മുടെ സ്വന്തം കഴിവ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സാഹചര്യവും മറികടക്കാൻ സാധിക്കും എന്നുള്ളൊരു തീം. ഇനി സ്റ്റോറി ടെല്ലേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല പല സ്റ്റോറി ടെല്ലേഴ്സ് ഈ ഒരു ഹോഷുബ എന്ന നറേറ്റീവിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലെ കുറച്ച് സ്റ്റോറി ടെല്ലേഴ്സാണ്. ഒന്ന് മുഹമ്മദ് ഹുസൈൻ ജാ, അതുപോലെ അഹമ്മദ് ഹുസൈൻ ഖമർ. ഇവർ രണ്ടുപേരും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഉറുദു സ്റ്റോറി ടെല്ലേഴ്സാണ്. അപ്പോൾ ഇവർ പറയുന്ന ഓരോ കഥകൾക്കും വാമൊഴിയായി പറഞ്ഞു വന്ന കഥകളായതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഈ ഒരു കഥ ഈ ആളാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം ഈ ഒരു സ്റ്റോറി ടെല്ലറാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഓതർഷിപ്പ് എന്നുള്ളൊരു കാര്യം പല സ്റ്റോറി ടെല്ലേഴ്സിൻ്റെ ഇടയിൽ വലിയൊരു തർക്ക വിഷയമായിരുന്നു.
അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു 2 പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു ഒരു ജനറൽ കൺഫ്യൂഷൻ. ഹോഷുബ നറേറ്റീവ് എടുക്കുകയാണെങ്കിൽ ആരൊക്കെ ഏതൊക്കെ സബ് പ്ലോട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, ഏതൊക്കെ ക്യാരക്ടേഴ്സിനെ ആരൊക്കെയാണ് ഭാവന ചെയ്തത് എന്നുള്ളത് ഒരു വലിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഈ ഒരു ഭാഗത്തിൽ വളരെയധികം വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഇമ്പാക്റ്റിനെ കുറിച്ചും ലെഗസിയെ കുറിച്ചുമാണ്. ഇപ്പോൾ മറ്റ് സ്റ്റോറി ടെല്ലേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മിർസ അലീമുദ്ദീൻ, അതുപോലെ മിർ ബക്കീർ അലി, ഇവരെല്ലാം തന്നെ ഹോഷുബ എന്ന നറേറ്റീവിന് വേണ്ടി പല സബ് പ്ലോട്ട്സും കോൺട്രിബ്യൂട്ട് ചെയ്ത സ്റ്റോറി ടെല്ലേഴ്സാണ്. അപ്പോൾ ഇതുപോലത്തുള്ള പല പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലേഴ്സിലൂടെയാണ് ഹോഷുബ എന്ന കഥ ഒരു കൂട്ടരിൽ നിന്ന് മറ്റു കൂട്ടരിലേക്ക് പ്രചരിച്ചത്. അതാണ് ഹോഷുബയുടെ ലെഗസി എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് അത് തന്നെയാണ്. ഒരുപാടധികം ആൾക്കാരിലേക്ക് വാമൊഴി വെച്ച് പ്രചരിച്ച ഒരു എപ്പിക്കാണ് ഹോഷുബ. പിന്നെ നമ്മൾ റിവൈവലിനെ കുറിച്ചും അല്ലെങ്കിൽ ഹോഷുബയുടെ കണ്ടംപററി ഇമ്പാക്റ്റിനെ കുറിച്ചും പറയുകയാണെങ്കിൽ ഓറൽ ലിറ്ററേച്ചർ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഒരുപാടധികം മോഡേൺ സ്കോളേഴ്സ് പഠിക്കുന്ന ഒരു എപ്പിക്കാണ് ഹോഷുബ എന്ന് പറയുന്നത്. മാത്രമല്ല ഉറുദു ലിറ്ററേച്ചർ എടുത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് ഉറുദു ഓറൽ ലിറ്ററേച്ചർ ഇവോൾവ് ആയത് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ഹോഷുബ ദ ലാൻഡ് ആൻഡ് ടിലിസം എന്ന വർക്കിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ ലിറ്റററി അനാലിസിസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാടധികം ഒരു ധാരണ വരുന്നതാണ്. ഇതാണ് ഹോഷുബയുടെ ഒരു ഓവറോൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഓറൽ ലിറ്ററേച്ചറിലെ ഹോഷുബ എന്തുകൊണ്ടാണ് ഒരു വലിയൊരു ഭാഗമാകുന്നത് എന്നുള്ളൊരു ചോദ്യം ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നെന്നിരിക്കാം. ക്രിട്ടിക്കലി ഡിസ്കസ് ദ എസ്സേ ഇൻട്രഡക്ഷൻ ടു ടിലിസിമെ ഹോഷുബ ആസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എവല്യൂഷൻ ഓഫ് ഓറൽ ലിറ്ററേച്ചർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് എഴുതാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്താണ് ഇൻട്രൊഡക്ഷൻ ടു ടിലിസിമെ ഹോഷുബ എന്നുള്ളത് ഒരു ഷോർട്ട് പാരഗ്രാഫായിട്ട് എഴുതുക. പക്ഷേ സ്റ്റോറിയോ സമ്മറിയോ എഴുതി വെക്കരുത്. അതിനേക്കാളും പോയിന്റ് വരുന്നത് എന്താണ് അത് എന്നുള്ളൊരു ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷനായിരിക്കും പോയിന്റ്സ് വീഴുന്നത്. അപ്പോൾ ഓറൽ ലിറ്ററേച്ചറിലെ ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ട്രാൻസ്മിഷൻ ഓഫ് നോളേജ് ആൻഡ് ട്രഡിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് ടിലിസിമെ ഹോഷുബ എന്ന് പറയുന്നത് ഒരു ജനറേഷൻ ഓഫ് സ്റ്റോറി ടെല്ലേഴ്സിലൂടെ വാമൊഴിയായിട്ട് പ്രചരിച്ച കഥയാണ്. അതിൻ്റെ കോർ സ്റ്റോറി ലൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അത് വാമൊഴിയായി പല സ്റ്റോറി ടെല്ലേഴ്സും അവരുടെ അവരെ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കൂട്ടരോട് പറയുന്നു. അതിനുശേഷം അവർ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നു. പിന്നീട് മറ്റൊരു സ്റ്റോറി ടെല്ലർ ഇതിന് കുറച്ചും കൂടി ഒരു എപ്പിസോഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് വേറൊരു കൂട്ടർ കേൾക്കുന്നു. അങ്ങനെ ആണ് ഇത് പ്രചരിച്ച് വന്നത്, ഇത് എഴുതപ്പെടുന്നതിന് മുമ്പേ. അപ്പം ഇങ്ങനൊരു രീതിയിൽ ഇത് പ്രചരിച്ച സമയത്താണ് ഈ ഒരു രീതിയിൽ അറിവും അതുപോലെ തന്നെ ആ ഒരു ട്രഡീഷനും ഉറുദു ട്രഡീഷനും അവിടെ അതുപോലെ തന്നെ കഥയോടൊപ്പം തന്നെ പ്രചരിച്ച് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഓറൽ ലിറ്ററേച്ചർ എടുത്ത് നോക്കുമ്പോൾ ഹോഷുബയുടെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്. കഥയിലൂടെ തന്നെ നമ്മൾ കാര്യവും പറഞ്ഞു പോകുന്നുണ്ട്, അറിവും പകരുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റാണ് കളക്റ്റീവ് ക്രിയേറ്റിവിറ്റി ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച്. അപ്പോൾ ഓരോ സ്റ്റോറി ടെല്ലർ ഓരോ കഥ പറയുമ്പോഴും അവരുടേതായ ക്രിയേറ്റിവിറ്റി അവിടെ കാണാൻ സാധിക്കും, കൾച്ചറൽ ഇമ്പാക്റ്റും കാണാൻ സാധിക്കും. കാരണം എല്ലാവരും ഒരേപോലെ അല്ല. ഓരോ ഒരു പ്രാസംഗികനും ഇപ്പോൾ കഥാപ്രസംഗം കേൾക്കാൻ നമ്മൾ പോകുമ്പോൾ തന്നെ അയാളുടെ ഒരു ശൈലി കാണും, കഥ പറയുന്ന ഒരു രീതി കാണും, അല്ലെങ്കിൽ അയാളുടേതായ ഭാവനയിൽ വന്ന കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ കാണും. അപ്പോൾ അതെല്ലാം തന്നെ ഈ ഒരു ഹോഷുബയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ സ്റ്റോറി ടെല്ലറും അവരുടേതായിട്ടുള്ള അവർ പഠിച്ചു വന്ന ആ ഒരു കൾച്ചർ ട്രഡീഷൻ എല്ലാം തന്നെ അവർ പറയുന്ന കഥകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് ശരിക്കും ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു കഥകൾ നിറഞ്ഞ ഒരു എപ്പിക്കായിട്ട് ഹോഷുബ മാറുന്നു. അടുത്ത പോയിന്റാണ് നറേറ്റീവ് അഡാപ്റ്റേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ വാമൊഴിയായി ഓരോ കഥകൾ ഇങ്ങനെ പ്രചരിച്ച് വരുമ്പോൾ ഒരുപാടധികം ഇൻ്റർപ്രിട്ടേഷൻ ഇവിടെ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ അഡാപ്റ്റേഷന് സാധ്യതയുണ്ട്. ഒരു എപ്പിക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരുപാടധികം എപ്പിസോഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ കഥകൾ ഈ ഒരു മെയിൻ എപ്പിക്കിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. മൈനർ ക്യാരക്ടേഴ്സ് കാണും, മൈനർ വില്ലൻസ് കാണും, അതുപോലെ തന്നെ സബ് പ്ലോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും.
ഇതൊക്കെ തന്നെയാണ് എപ്പിക് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ ഇത് തന്നെയാണ്. ഇനി ജെൻഡർ ഡൈനാമിക്സിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ നൂർബക്ഷൻ്റെ കാര്യം. വളരെ പവർഫുൾ ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. മെയിൻ ക്യാരക്ടേഴ്സ് മെയിൽ ക്യാരക്ടേഴ്സ് മാത്രമല്ല ഇവിടെ സ്ട്രോങ് ആയിട്ട് വരുന്നത്. അത് ശരിക്കും 19th സെഞ്ച്വറിയിലെ ഇൻഡോ ഇസ്ലാമിക് കൾച്ചറിനെയാണ് അവിടെ കാണിക്കുന്നത്. ആ സമയത്തും സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് വളരെയധികം ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒരു സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടൊരു പോർട്രയൽ ആയിരുന്നു അവിടുത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനി സ്റ്റോറി ടെല്ലർ റൈവൽറിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്. മുഹമ്മദ് ഹുസൈൻ ജായും അഹമ്മദ് ഹുസൈൻ ഖമറിനെയും പോലത്തുള്ള സ്റ്റോറി ടെല്ലേഴ്സ് ഒരുപാടധികം കോൺട്രിബ്യൂഷൻ ഈ ഒരു എപ്പിക്കിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓതർഷിപ്പിൻ്റെ കാര്യം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് സ്റ്റോറി ടെല്ലറാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്, ഏത് സ്റ്റോറി ടെല്ലറാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് എപ്പോഴും ഒരു തർക്ക വിഷയമാണ്. കാരണം ആർക്കും ഒരു കറക്റ്റായിട്ടൊരു ഐഡിയ പറയാൻ സാധിക്കില്ല. ഈ ഒരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു തർക്ക വിഷയം തന്നെയായിരുന്നു ആ ഒരു കാര്യം. ഈ ഒരു റൈവൽറിയും വളരെയധികം ഒരു പ്രാധാന്യമുള്ളതാണ്. ഓറൽ ലിറ്ററേച്ചർ എടുത്ത് നോക്കുമ്പോൾ തന്നെ പ്രാധാന്യമുള്ളതാണ്. ആ ഒരു കോമ്പറ്റീഷനും കോപ്പറേഷനും എല്ലാം തന്നെ ഈ ഒരു ഹോഷുബയുടെ കേസിലും ഉണ്ടായിരുന്നു. ഇനി കൾച്ചറൽ പ്രിസർവേഷൻ. ടിലിസിമെ ഹോഷുബ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, അതും ഇതൊരു ഓറൽ ലിറ്ററേച്ചർ ആണെന്ന് മറക്കരുത്. ഇതൊരു ഓറൽ ലിറ്ററേച്ചർ ആയിട്ടുകൂടി ഈ ഒരു 21st സെഞ്ച്വറിയിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ലെഗസി എന്താണ് നമുക്ക് ഇപ്പം തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് ശരിക്കും ഒരു ഓറൽ ലിറ്ററേച്ചറിൻ്റെ എക്സാമ്പിൾ ആണെന്ന് മാത്രമല്ല, കൾച്ചർ എങ്ങനെ പ്രിസർവ് ആകുന്നു, ഒരു ട്രഡിഷൻ, ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ട്രഡിഷൻ എങ്ങനെയാണ് പ്രിസർവ് ആയി വരുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു ഡിജിറ്റൽ ഏജിൽ പോലും നമ്മൾ എങ്ങനെയാണ് ഈ പണ്ടത്തെ പുരാണങ്ങൾ വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അഡാപ്റ്റ് ചെയ്ത് പ്രിസർവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിലെ ഒരു എക്സാമ്പിളാണ് ഹോഷുബ എന്ന് പറയുന്നത്. ഇതാണ് ഓറൽ ലിറ്ററേച്ചറിലെ ഹോഷുബയുടെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ റോൾ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ്. ഇനി ഇന്ത്യൻ ലിറ്ററേച്ചർ എടുത്ത് നോക്കുമ്പോൾ ഹോഷുബയ്ക്കുള്ള കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ, ആർട്ടിസ്റ്റിക് സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് എടുക്കാൻ നമുക്ക് നോക്കാം. ഇത് നമുക്ക് കൂടുതൽ നമ്മുടെ തന്നെ ഇന്ത്യൻ എപ്പിക്സ് ആയിട്ടുള്ള രാമായണ, മഹാഭാരത വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാക്കാൻ ഒരു എളുപ്പം കാണും. അപ്പോൾ ആദ്യം കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ഓറൽ ട്രഡിഷൻ. അപ്പം ഞാൻ പറഞ്ഞു പേർഷ്യയിൽ ഒറിജിനേറ്റായി മുസ്ലിം ഇൻവേഷനിലൂടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് എത്തിയ ഒരു എപ്പിക്കാണ് ഹോഷുബ എന്ന് പറയുന്നത്. പിന്നീട് ഇന്ത്യൻ സ്റ്റോറി ടെല്ലേഴ്സ് അത് പ്രചരിപ്പിക്കുകയുണ്ടായി. അവരുടേതായിട്ടുള്ള രീതിയിൽ കുറേ സബ് പ്ലോട്ട്സ് അവർ ആഡ് ചെയ്തു. അങ്ങനെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഹോഷുബയുടെ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ എല്ലാ ഇന്ത്യൻ എപ്പിക്സ് എടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇവിടെ ഒരുപാടധികം എലമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ സ്റ്റോറി ടെല്ലിംഗ് ട്രഡിഷൻസും ആ ഒരു കൾച്ചറൽ ഒരു എലമെൻറ്റ്സ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇനി ഇതൊരു ബ്രിട്ടീഷ് കൊളോണിയൽ ഒരു എറയുടെ സമയത്താണ് ഹോഷുബയുടെ സിഗ്നിഫിക്കൻസ് നമുക്ക് വേണമെങ്കിൽ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പോയിന്റ് വരുന്നത്. കൊളോണിയൽ എറയുടെ സമയത്ത് ബ്രിട്ടീഷ് ഒരു വൈറ്റ് സുപ്രീമസി, ഒരു ബ്രിട്ടീഷ് സുപ്രീമസി ഇവിടെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രോഡക്റ്റ്സ് ആണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ളത്, വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ വെസ്റ്റേൺ ട്രഡീഷനാണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ളത് എന്നുള്ളൊരു ചിന്ത, അങ്ങനത്തെ രീതിയിൽ ഒരു ചിന്ത ഇവിടെ അടിച്ചേൽപ്പിക്കാൻ കൊളോണിയൽ എറയിലുള്ള ബ്രിട്ടീഷേഴ്സ് ഒരുപാടധികം ശ്രമിച്ചു. അപ്പോൾ ഓബ്വിയസ്ലി അതിനെതിരെ ഒരു റെസിസ്റ്റൻസ് വരും. അതല്ല, നമ്മുടെ കൾച്ചറും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൾച്ചർ അത്ര സുപ്രീം അല്ല, നമ്മുടെ കൾച്ചറിനും അതിൻ്റെതായ സ്ഥാനം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു റെസിസ്റ്റൻസ് എന്തായാലും അവിടെ വരും. അപ്പോൾ അതെങ്ങനെയാണ് റെസിസ്റ്റൻസ് വരുന്നത്? സ്വന്തം കൾച്ചറിലെ കുറേ കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഹോഷുബ ഒരു എക്സാമ്പിളായിട്ട് വന്നത് അങ്ങനെയാണ്. നമ്മുടെ കൾച്ചറിലും ഒരുപാടധികം നമ്മുടെ കൾച്ചർ റിച്ച് ആണ്, നമ്മുടെ കൾച്ചർ ഒട്ടും തന്നെ മോശമല്ല എന്നുള്ള രീതിയിൽ ഓറൽ ട്രഡിഷൻ എടുത്ത് നോക്കുമ്പോൾ, ഓറൽ ലിറ്ററേച്ചർ എടുത്ത് നോക്കുമ്പോൾ എക്സാമ്പിളായിട്ട് മുന്നോട്ട് വന്നത് ഹോഷുബയാണ്. പല എപ്പിക്സിൻ്റെ കൂടെ ഒരു എക്സാമ്പിളായിട്ട് വന്നത് ഹോഷുബ തന്നെയാണ്. കാരണം ഹോഷുബയിൽ ഒരുപാടധികം ആ ഒരു കൾച്ചറൽ എലമെൻറ്റ്സ് ഉണ്ട്. കൾച്ചർ വെച്ചും ഹെറിറ്റേജ് വെച്ചും ഇന്ത്യൻ കൾച്ചർ ആണെങ്കിൽ പോലും ഒട്ടും പിന്നിൽ തന്നെയല്ല. വൈറ്റ് സുപ്രീമസി ഇസ് നോട്ട് റൈറ്റ് എന്നുള്ള രീതിയിലുള്ളൊരു റെസിസ്റ്റൻസിൻ്റെ എക്സാമ്പിളായിട്ടാണ് ഹോഷുബ വന്നിട്ടുള്ളത്. ഇനി
ഇൻഫ്ലുവൻസ് നോക്കാം. ഇപ്പോൾ ഇന്ത്യൻ എപ്പിക്സിലെ രാമായണവും മഹാഭാരതവും എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് തീംസ് നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് തീം ഹീറോയിസം. നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് ആരാണോ അവരുടെ കൂടെയാണ് നന്മയെങ്കിൽ, അവരുടെ കൂടെയാണ് ധർമ്മമെങ്കിൽ അവരുടെ ഭാഗത്തായിരിക്കും വിജയം. ആ ഒരു തീം ഇവിടെ ഹോഷുബയിലും കാണാൻ സാധിക്കും. ഹോഷുബയിലെ മെയിൻ ക്യാരക്ടേഴ്സും നന്മയ്ക്ക് വേണ്ടിയാണ് പോരാടിയത്. അവസാനം വിജയം അവരുടെ കൂടെ തന്നെയായിരുന്നു. ഇനി അഡ്വെഞ്ചർ, അതും നമുക്ക് കോമൺ ആയിട്ട് പറയാൻ സാധിക്കുന്ന തീമാണ്. കാരണം രാമായണത്തിൽ തന്നെ രാമനും ലക്ഷ്മണനും താടകാവധത്തിന് പോകുന്ന സമയത്ത് അതൊരു അഡ്വെഞ്ചർ ആയിരുന്നു. അവർ ആ ഒരു രീതിയിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് താടകാവധം നടക്കുന്നത്, മിഥിലയിൽ പോയി സീതാസ്വയംവരവും നടക്കുന്നത്. പിന്നീട് 14 വർഷത്തെ വനവാസത്തിന് അവർ പോകുന്നുണ്ട്. ആ സമയത്താണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നതും പിന്നീട് രാമരാവണ യുദ്ധം നടക്കുന്നത്. അപ്പം അതൊരു അഡ്വെഞ്ചറാണ്. ആ ഒരു സമയത്തിനുള്ളിൽ പല സബ് പ്ലോട്ട്സ് നടക്കുന്നുണ്ട്. അഹല്യാമോക്ഷം നടക്കുന്നുണ്ട്, ബാലിവധം നടക്കുന്നുണ്ട്, താരയ്ക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശബരി എന്നുള്ള ഒരു വൃദ്ധ സ്ത്രീയെ കാണുന്നുണ്ട്, അവർക്ക് മോക്ഷം കൊടുക്കുന്നുണ്ട്. ഒരുപാടധികം സബ് പ്ലോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാഭാരതം എടുത്തു നോക്കുകയാണെങ്കിൽ പാണ്ഡവർ അരക്കില്ലത്തിന് ശേഷം വനവാസത്തിന് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്താണ് പാഞ്ചാലി സ്വയംവരം നടക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇവർ തന്നെ 13 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസത്തിനും പോകുന്നുണ്ട്. അതിനുശേഷമാണ് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത്. അതും ഒരു അഡ്വെഞ്ചറാണ്. കാരണം അതിൻ്റെ ഉള്ളിലും അവർ ഒരുപാടധികം ആൾക്കാരെ കാണുന്നുണ്ട്. ദുർവാസാവ് അവരെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ശാപത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നുണ്ട് കൃഷ്ണന്റെ സഹായം കൊണ്ട്. അതുപോലെ തന്നെ ഒരുപാടധികം സബ് പ്ലോട്ട്സ്, ഒരുപാടധികം ചെറു കഥകൾ, ഒരു സംഭവ വികാസങ്ങൾ ഒരു വനവാസത്തിൻ്റെ സമയത്ത് നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു അഡ്വെഞ്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ്, ഹോഷുബയിലെ മെയിൻ ക്യാരക്ടേഴ്സും ഒരു അഡ്വെഞ്ചറിന് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹോഷുബയിൽ എത്തുക, അഫ്രസിയബിനോട് യുദ്ധം ചെയ്ത് ഹോഷുബയെ രക്ഷിക്കുക എന്നുള്ളതാണ്. സെയിം തീം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മാജിക്. അപ്പോൾ ഈ ഒരു എപ്പിക്സ് എടുക്കുമ്പോൾ തന്നെ അവരെല്ലാം തന്നെ മെയിൻ ക്യാരക്ടേഴ്സ് തന്നെ ഒരു ജന്മം എടുത്തിട്ടുള്ളവരാണ്. രാമനും സഹോദരന്മാരും ദൈവന്മാരുടെ വരപ്രസാദമായിട്ടാണ് ജനിക്കുന്നത്. അതുപോലെ തന്നെയാണ് പാണ്ഡവരും കൗരവരും. ഒരു ദിവ്യ ജന്മമാണ് അവരുടേത്. പാഞ്ചാലി ആയിക്കോട്ടെ, സീത ആയിക്കോട്ടെ, അവരെല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് അവർ ജന്മം എടുത്തിട്ടുള്ളത്. അതൊരു മാജിക് എലമെൻസ് ആണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രം ഒരുപാടധികം മായകൾ നടത്തുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു മാജിക് എന്നൊരു തീമിൻ്റെ അകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഹോഷുബയിൽ തന്നെ ഒരുപാടധികം സോസറസും വിച്ചസും വിസേർഡ്സും ഒക്കെ ഉള്ള സ്ഥലമാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒരു മാജിക് എന്ന തീം കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ലിങ്ക് ചെയ്ത് വരുന്നത്. ഇന്ത്യൻ എപ്പിക്സിൽ നമ്മൾ ഏതൊക്കെ തീംസ് കാണുന്നോ അതുപോലെ തന്നെ ഹോഷുബയിൽ നമുക്ക് ആ ഒരു തീംസ് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു കറേജ്, അതുപോലെ ഡെസ്റ്റിനി, പവർ, മൊറാലിറ്റി, ഇതെല്ലാം തന്നെ യൂണിവേഴ്സൽ ആയിട്ടുള്ള തീംസ് ആണ്. ഏതൊരു എപ്പിക് എടുത്ത് നോക്കിയാലും ഈ ഒരു തീം യൂണിവേഴ്സൽ ആണ്, കോമൺ ആണ്. നന്മയുടെ ഭാഗത്താണ് എപ്പോഴും വിജയം ഉണ്ടാകുക. ഗുഡ് വേഴ്സസ് ഈവിൽ എന്നുള്ളത് ഇപ്പോൾ രാമായണം എടുത്ത് നോക്കിയാലും മഹാഭാരതം എടുത്ത് നോക്കിയാലും ഹോഷുബ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വരുന്ന കഥ വ്യത്യാസമാണ്, പ്ലോട്ട് വ്യത്യാസമാണ്. കഥാപാത്രങ്ങൾ തമ്മിൽ ഒരു രീതിയിലുള്ള മാച്ചും ഇല്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ തീം അവിടെ കാണാൻ സാധിക്കും. അത് വളരെയധികം റിലേറ്റബിൾ ആണ്. അതാണ് യൂണിവേഴ്സൽ തീമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇനി എപ്പിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ടൈപ്പ് കാസ്റ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ശ്രീരാമൻ ഒരു ഉത്തമ പുരുഷനായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ പാണ്ഡവരും നന്മ ചെയ്യുന്ന ധർമ്മം കൂടെയുള്ള കഥാപാത്രങ്ങളാണ്. അതേസമയം നമുക്ക് രാവണൻ എടുക്കാം, അല്ലെങ്കിൽ കൗരവരുടെ ഭാഗത്ത് എടുത്ത് നോക്കിയാലും അവർ കുറച്ചും കൂടി ഒരു അസുരന്മാരാണ്. രാവണൻ അസുരനാണ്. അതുപോലെ തന്നെ കൗരവർ ആ ഒരു അഹംഭാവവും അഹങ്കാരവും എല്ലാം കൂടിയുള്ള ഒരു തിന്മ നിറഞ്ഞ കഥാപാത്രങ്ങളായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ എല്ലാം സെറ്റിംഗ് ആയിട്ട് വരുന്നത് രാമായണത്തിൽ അയോധ്യയാണ് സെറ്റിംഗ്.
കൂടുതൽ കാര്യങ്ങളും അയോധ്യയിലാണ് നടക്കുന്നത്. പിന്നെ രാമരാവണ യുദ്ധം ലങ്കയിലുമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മഹാഭാരതത്തിന്റെ സെറ്റിംഗ് ആയിട്ട് വരുന്നത് ഹസ്തിനപുരിയാണ്. ഹസ്തിനപുരത്തിന്റെ ഒരു ഭരണം, അതാണ് ആര് ഭരിക്കും എന്നുള്ള ചോദ്യത്തിലാണ് ഈ ഒരു കുരുക്ഷേത്ര യുദ്ധം തന്നെ നടക്കുന്നത്. അപ്പോൾ ഇതേ ഒരു ഫോർമാറ്റ് നമുക്ക് ഹോഷുബയെ കാണാൻ സാധിക്കും. നമ്മുടെ ധർമ്മത്തിന്റെ പാതയിലൂടെ പോകുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? മിർസ ഹക്കീമും കമ്പാനിയൻസും. അവിടെ വില്ലനായിട്ട് വരുന്ന ആരാണ്? അഫ്രസിയാബ്, നൂർബക്ഷ് പോലത്തുള്ള ക്യാരക്ടേഴ്സ്. സെറ്റിംഗ് എന്താണ്? ഹോഷുബ എന്ന കിങ്ഡം. സെയിം ഫോർമാറ്റാണ്, സെയിം സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർക്കിടൈപ്പ്, മിത്ത്, ഇതെല്ലാം തന്നെ എപ്പിക്സ് എടുത്ത് നോക്കുമ്പോൾ കോമൺ ആണ്, സെയിം ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ത്യൻ ഏൻഷ്യൻ സ്റ്റോറി ടെല്ലിംഗ് ട്രഡിഷൻ ആണ് ഈ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് പറയുന്നത്. ഒരു നന്മ നിറഞ്ഞ കഥാപാത്രം കാണും, തിന്മ നിറഞ്ഞ കഥാപാത്രം കാണും, ഒരു സെറ്റിംഗ് കാണും, ഗുഡ് വേഴ്സസ് ഈവിൽ എന്നുള്ളൊരു തീമിലായിരിക്കും അവസാനം ആ ഒരു യുദ്ധം നടക്കുന്നത്. അവസാനം ജയം നന്മ നിറഞ്ഞ കഥാപാത്രങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും. ഇതേ രീതിയിലുള്ള ട്രഡിഷൻ ഹോഷുബയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഹോഷുബയിൽ ഒരുപാടധികം പോയറ്റിക് എക്സ്പ്രഷൻ ഉണ്ട്, മെറ്റഫേഴ്സ് ഉണ്ട്, ഒർണേറ്റ് ആയിട്ടുള്ള പ്രോസ് ഉണ്ട്. ഇപ്പോൾ കർക്കിടക മാസമാണ്, രാമായണ മാസമാണ്, രാമായണം പാരായണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ടി വിയിലാണെങ്കിലും റേഡിയോയിലാണെങ്കിലും നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാമായണം എത്രമാത്രം പോയറ്റിക് ആണെന്നുള്ളത്. അതേ രീതിയിലുള്ള പോയറ്റിക് ഒരു എക്സ്പ്രഷൻ ഹോഷുബയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതും ഇന്ത്യൻ ലിറ്റററി ട്രഡിഷൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് പറയാം. പിന്നീട് അവസാനം പറയുന്ന പോയിന്റാണ് ഇന്റർ ജനറേഷണൽ കണക്ഷൻ. അതായത് ഈ ഒരു എപ്പിക്സ് എല്ലാം തന്നെ, ഈ ഒരു പുരാണങ്ങളെല്ലാം തന്നെ മുത്തശ്ശി കഥയായിട്ടായിരിക്കാം നമ്മൾ കേട്ടിട്ടുള്ളത്. പിന്നീട് നമ്മളത് പല രീതിയിലുള്ള അഡാപ്റ്റേഷനും റീടെല്ലിംഗ് എല്ലാം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ബുക്സിൽ. അതുപോലെ തന്നെ സിനിമയിലും സീരിയലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു 21st സെഞ്ച്വറിയിൽ പോലും പുതിയ സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ പുരാണമാണ്, അത് തന്നെയാണ് പറയുന്നതെങ്കിലും അത് പല രീതിയിൽ, പല ഇൻ്റർപ്രിട്ടേഷനിൽ, പല ആൾക്കാരുടെയും ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ആ ഒരു കഥ പറയുന്നത്. അതിപ്പോഴും നമുക്ക് പല സിനിമകളായിട്ടും പല സീരിയലുകളായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലെഗസി എന്ന് പറയാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും നമുക്ക് പറയാൻ സാധിക്കും, ഇനി ഒരു 10 വർഷത്തിനപ്പുറം, നൂറ്റാണ്ടുകൾ എത്ര മാറിയാലും, ഇനി എത്ര പുതിയ ജനറേഷൻ വന്നാൽ പോലും ഈ ഒരു പുരാണങ്ങൾ, ഈ ഒരു എപ്പിക്സ്, അതിപ്പോൾ ഏതായിക്കൊള്ളട്ടെ, ഇന്ത്യൻ എപ്പിക്സ് എടുത്താലും പേർഷ്യൻ എപ്പിക്സ് എടുത്താൽ പോലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവിടെ തന്നെ കാണും. കാരണം എന്താണ്? അതിന് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. ആ ഒരു കഥകൾക്കെല്ലാം തന്നെ റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. അതിലെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ യൂണിവേഴ്സലാണ്, കോമൺ ആണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം റിലേറ്റബിൾ ആണ്. അതുപോലെ തന്നെ തീംസും അതിലെ മെസ്സേജ്, ആ ഒരു കീ മെസ്സേജും എഗെയിൻ റിലേറ്റബിൾ ആണ്. നമ്മളിപ്പോൾ എത്ര ഒരു മോഡേൺ ആണ്, പ്രോഗ്രസീവ് ആയിട്ട് പറഞ്ഞാൽ പോലും ഈ ഒരു തീം എന്നുള്ളത് എല്ലാ ജനറേഷനും അവർ അനുഭവിക്കുന്ന ഓരോ സിറ്റുവേഷനിലും റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു മോറൽ വാല്യൂ ഈ ഒരു എപ്പിക്സിനുണ്ട്. അതിൻ്റെ ഒരു റിപ്പീറ്റ് വാല്യൂ കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പോലും നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഈ ഒരു പുരാണങ്ങൾ വെച്ചിട്ടുള്ള പല രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസും നമ്മൾ സിനിമയായിട്ടും സീരിയലായിട്ടും ബുക്കുകളായിട്ടും നമ്മളിൽ എത്തുന്നത്. അതാണ് ഹോഷുബ ദ ലാൻഡ് ആൻഡ് ടിലിസം എടുത്ത് നോക്കുമ്പോൾ പോലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. സോ അതാണ് ഈ ഒരു അനാലിസിസ്. ഈ ഹോഷുബയുടെ ഇമ്പോർട്ടൻസും ഇമ്പാക്റ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്രിട്ടിക്കലായിട്ടൊരു അനാലിസിസ് ആണ്. അതിൻ്റെ ഹോഷുബയുടെ മെയിൻ കാര്യങ്ങൾ, തീംസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓറൽ ലിറ്ററേച്ചറിലെ ഇമ്പാക്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇന്ത്യൻ ലിറ്ററേച്ചറിലെ ഹോഷുബയുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു പോയിന്റ്സ് നിങ്ങൾക്കായിട്ട് തന്നെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം. അതിൽ തന്നെ എക്സാമ്പിൾ ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് വീഡിയോ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. ആൻഡ് ഐ വിൽ സീ യു വിത്ത് എ ന്യൂ വീഡിയോ. ടിൽ ദെൻ, താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് see you soon.